ലഹരിയിൽ നിന്നും ഭാവി തലമുറയെ രക്ഷിക്കാൻ ശക്തമായ നിയമം കൊണ്ടുവരണമെന്നും മുതിർന്നവർ ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും വിദ്യാർത്ഥികൾ. സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കൊച്ചിൻ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടപ്പിലാക്കുന്ന സ്ട്രീം പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള കൗമാരക്കാരുടെ ലഹരിയുടെയും ഫാസ്റ്റ് ഫുഡിന്റെയും മൊബൈൽ ഫോണിന്റെ അഡിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ കുട്ടികൾ എത്രമാത്രം സാമൂഹ്യ മാധ്യമങ്ങളെ അടിമപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് അതിൽ ചിത്രീകരിച്ച് കാണിക്കുന്നത്. ഈ ലഹരിയുടെ ഉപയോഗം ആദ്യം മുതൽക്ക് തന്നെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടെങ്കിലും ഈ അടുത്ത കാലത്താണ് അത് ഒരുപാട് കൂടി വരുന്നത്. അതിനർത്ഥം അത് സജീവമായി എല്ലാവരുടെ കയ്യിൽ എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ഇന്നത്തെ തലമുറയ്ക്ക് അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് അതിൽ നിന്ന് മാറാൻ കഴിയുള്ളൂ എന്ന് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പറയുന്നു. അല്ല, നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെറിയ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കൗമാരക്കാരായിട്ടുള്ള കുട്ടികളിൽ നിന്നാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് തന്നെ ബോധവൽക്കരണ പരിപാടികൾ നടക്കുമ്പോൾ അത് മറ്റു കുട്ടികളിലേക്ക് എത്തുകയും അത് സമൂഹത്തിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ലഹരി കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളത് രക്ഷിതാക്കളും ടീച്ചേഴ്സും രണ്ടു കൂട്ടരും കൂടി സഹകരിച്ച് നിന്നാൽ മാത്രമേ കുട്ടികളിൽ നിന്ന് ഇത് മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അധ്യാപകരെ ഒറ്റയ്ക്ക് അതിനെതിരെ പോരാടിയിട്ടോ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒറ്റയ്ക്ക് പോരാടിയിട്ടോ കാര്യമില്ല. മൂന്ന് കൂട്ടരും കൂടി ഒന്നിച്ചു നിന്നാൽ മാത്രമേ കുട്ടികളെ ഈ ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ പറ്റുള്ളൂ. ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെന്റ് എടുക്കണം തന്നെയാണ് അഭിപ്രായം. ലഹരിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിർത്തലാക്കുന്ന ഒരു രീതിക്ക് ഒരു നടപടി സ്വീകരിക്കണം ഗവൺമെന്റ്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ നമുക്കിതൊന്നും അറിയാനുണ്ടായില്ല. അപ്പൊ മാധ്യമങ്ങളിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അറിയുന്നുണ്ട്. അത് കുട്ടികൾ മൊബൈലിൽ അഡിക്ഷൻ ആയിട്ടാണ്. അവർ ആ മൊബൈലിൽ നോക്കിയിട്ടാണ് ഓരോ ലഹരിയിലെ കാര്യങ്ങളും ഒക്കെ അറിയുന്നത്. അത് അവർക്കിപ്പോൾ സുലഭമായി കിട്ടുന്നു. അത് നമ്മൾ നിർത്തലാക്കണം. ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളൊക്കെ കുട്ടികൾ അറിയണം. അതിനുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ സ്കൂളിലായാലും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം. സ്കൂളില് ഉപയോഗിക്കുന്നതായിട്ട് ഇതുവരെ ഞങ്ങള് സ്കൂളുകളിലൊന്നും കണ്ടുവന്നിട്ടില്ല. സർവേ നടത്തിയതില് കുറച്ചു പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അവര് വിട്ടു പറയുന്നില്ല. ആദ്യം രക്ഷിതാക്കളെ കണ്ടാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ രക്ഷിതാക്കൾ ആദ്യം അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. എന്നാലാണ് കുട്ടികൾക്ക് നല്ല ഒരു പാഠമായി മാറുള്ളൂ. ലഹരി ഉപയോഗിച്ചത് കൊണ്ട് കൗമാരപ്രായക്കാരായ കുട്ടികളായാലും ഏത് പ്രായത്തിലുള്ള ആൾക്കാരായാലും അവരുടെ ബുദ്ധി നശിക്കുകയും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള അവരുടെ താല്പര്യമൊക്കെ കുറയുകയും ചെയ്യുന്നു. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികൾ കൂടുതലും ഈ ഫോണിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും അടിമപ്പെടാതെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനുള്ള താല്പര്യം കാണിക്കണമെന്നും മാത്രമല്ല രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും കൂട്ടുനിന്നാൽ മാത്രമേ നമുക്ക് ലഹരി നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തില് ലഹരിയിൽ ജീവിതം അടിമപ്പെടാതെ ജീവിതം ലഹരിയാക്കണം. ഈ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഓരോ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ലഹരി കാരണം കുട്ടികൾ തന്നെ അടിയിടി ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരെ കൊല്ലുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അപരിചിതരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങാതെ ഇരിക്കുക, ഫോൺ ഉപയോഗം കുറയ്ക്കുക, ലഹരിക്കെതിരെ പ്രവർത്തിക്കുക. വിദ്യാർത്ഥികൾ, കുട്ടികൾ, പിന്നെ മുതിർന്നവർ എന്നൊന്നുമില്ല. ഇന്നത്തെ ഈ സമൂഹത്തില് നമ്മൾ ഡെയിലി പിന്നെ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതല്ലേ, ഇതിൽ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഇതിലുണ്ട്. അല്ലാതെ ഒരു വിദ്യാർത്ഥികൾ, ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടേണ്ടതല്ല. ഇത് മൊത്തത്തിൽ തന്നെ നമ്മുടെ നാടിനെ ഇന്ന് ബാധിച്ചിരിക്കുന്ന ഒരു വലിയൊരു വിപത്ത് തന്നെയാണത്. ഈ വിദ്യാലയങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഈ ലഹരിയെ കുറിച്ച് കൂടുതൽ വിവരം ഉണ്ടാവുക ഇത് ഉപയോഗിക്കുന്നവരുടെ കൂട്ടുകാർക്കായിരിക്കും. ഇത് അവര് പെട്ടുപോകുമോ എന്ന് വിചാരിച്ച് ഒളിപ്പിച്ച് വെക്കാതെ മറിച്ച് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടിയിട്ടും ഇത് ബന്ധപ്പെട്ടവരെ അറിയിച്ച് അവരെ അതിൽ നിന്ന് രക്ഷിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുറത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ച് വാങ്ങുന്നതൊക്കെ ഇപ്പോൾ മിഠായിയോടെയും മറ്റു സാധനങ്ങളുടെ ലഹരിയാണ് വിൽപ്പന ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ ശരീരത്തെ എത്രത്തോളം ബാധിക്കുന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. പരിചയമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും തരികയാണെങ്കിൽ വാങ്ങാതിരിക്കുക, അതിനെക്കുറിച്ച് കുറച്ച് ശ്രദ്ധിച്ച് പെരുമാറിയാൽ നമുക്ക് ഇതിൽ നിന്ന് വേഗം രക്ഷപ്പെടാറുണ്ട്. അമിതമായ ലഹരി ഉപയോഗം കാരണം പോലീസിന് അമ്മയും അച്ഛനും തന്നെ പിടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലും സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് പറയാൻ വളരെ ദയനീയാവസ്ഥയാണ്. ഇതിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഇതിലെ പ്രധാന സ്രോതസ്സുകളാണ്. കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഈ ലഹരിയുടെ ഉപയോഗം അവരെ മാത്രമല്ല നശിപ്പിക്കുന്നത്, അവരെ ചുറ്റിപ്പറ്റി വെക്കുന്ന പാവം കുറെ മനുഷ്യരെ കൂടിയാണ്.
പണ്ടൊക്കെ കള്ളുകുടിച്ച് വന്ന വീട്ടുകളിൽ മാത്രമായിരുന്നു അവരുടെ ലഹള ഉണ്ടാവുമായിരുന്നത്. പക്ഷെ ഇന്ന് അത് പുറത്തേക്ക് എത്തി സമൂഹത്തിലേക്കും കൂട്ടുകാരിലേക്കും ശത്രുത തീർക്കാനുള്ള ഓരോരോ കാരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ തകർക്കുന്നത് അവരുടെ ശത്രുതയെ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടിയാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാൻ മറ്റുള്ളവർക്ക് സാധിക്കട്ടെ. ലഹരി വേണ്ട, ആശകളും സ്വപ്നങ്ങളുമായി നമ്മുടെ ലഹരി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.